അങ്ങനെ ഞാനിപ്പോൾ ഒരു ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന്, അതായത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി ലൊക്കേഷൻ ഇടണം. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഡയറക്റ്റ് ഹോട്ടലാണ്. 7:30 ഇവിടെ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. എൻ്റെ പൊന്നോ, ഒടുക്കത്തെ പോർഷൻ. നിറയെ ഈച്ചയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഒടുക്കത്തെ പോർഷൻ. 1 hour 3 minutes. 7:30 സോ ഗൈസ്, കംപ്ലീറ്റ് ഡാർക്കാവും. നല്ല റോഡായാൽ മതിയായിരുന്നു, ആനയൊന്നും ഇറങ്ങാണ്ടിരുന്നാൽ മതിയായിരുന്നു. ലെറ്റ്സ് സീ. ഇനി വലിയ നിർത്തില്ല, ഇനി ഒറ്റ പുഷാണ്. ഞാൻ രാത്രി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകത്തില്ല. ഇവിടുത്തെ ഭക്ഷണം കുഴപ്പമില്ല, ആവറേജ്. ഫിഷ് ഫ്രൈഡ് റൈസാണ് ഞാൻ കഴിച്ചത്. ഫിഷ് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല. ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവരും നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളെ നോക്കി ചിരിക്കും. സോ അവരറിയാൻ നമ്മുടെ ഇംഗ്ലീഷ് മോശമായിട്ടാണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ വരാം. എല്ലായിടത്തല്ല, എല്ലായിടത്തും അതൊന്നും എടുത്തിട്ടില്ലല്ലോ. വാച്ച്മാനില്ല. വാച്ച്മാൻ അവിടെ പോയി നിൽക്കുന്ന സംഭവം. എൻ്റെ പന്നാ. ഓക്കെ, ഈ തബോ ലേക്ക് റിസോർട്ട്. തണുത്ത കാറ്റ്. അപ്പം നേരത്തെ എൻ്റെ മൈക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. നേരത്തെ എൻ്റെ മൈക്കിങ് കൺട്രോൾ ഭയങ്കരമായിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണുന്നവരുടെയൊക്കെ ചെവി അടിച്ച് പോയി കാണും. സോ സദയം ക്ഷമിക്കുക. ഞാനിപ്പോൾ ഒരു ശിശുവാണ് ഇതിൻ്റെ അകത്ത്. റോട്ടിൽ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്ത് തേങ്ങയാണത്, ആകാരം. അപ്പോൾ ഇതൊരു ലേക്ക് സൈഡ്. വേമ്പനാട് കായലിൻ്റെ ഒരു കൈവരിയെ ഓർമ്മിപ്പിക്കുന്ന വണ്ണം തൈക്കാട്ടുശ്ശേരി പാലത്തിലോട്ട് അല്ല, നമ്മുടെ വൈക്കം തണ്ണീർമുക്കം വണ്ടിന് ഓർമ്മിപ്പിക്കുന്ന വിധം ഒരു സ്ഥലം. അല്ലെങ്കിൽ കോട്ടയത്തോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു സ്ഥലമാണ്. പാലം നല്ല. ഈ ശ്രീലങ്കൻ ഫുഡിൻ്റെ ഒരു മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് എരിവാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അവർ നമ്മളോട് ഒന്ന് ചോദിക്കുമ്പോൾ സാധനം കുറച്ച് സ്പൈസിയാന്ന് പറയുമ്പോൾ തന്നെ നമ്മളതിൽ നിന്ന് ചുറ്റിട്ടേക്കണം. കാരണം ഇവരുടെ കുറച്ച് സ്പൈസി എന്ന് പറയുന്നത് നമ്മുടെ മെഗാ സ്പൈസിയാണ്, മെഗാ സ്പൈസി. സോ അത് അതറിഞ്ഞുകൊണ്ട് വേണം നമ്മളിവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്യാൻ. എല്ലാ സാധനം എടുത്തെന്ന് വിചാരിക്കണം, മറന്നു അത്രയാണ്. ഇനിയും ജീവിതകാലത്തിൽ പോലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ ഈ കാണുന്നതൊരു കാര്യം, ഈ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്കവാറും ഈ പല സാധനങ്ങളോടും ഞാനിനി ഈ വീട് ഞാൻ ജീവിതത്തിൽ കാണത്തില്ല. അതാ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാളെ എനിക്ക് ജീവിതത്തിൽ കാണത്തില്ല. എല്ലാം ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കടന്നു പോകുന്ന ഓരോ മിനിറ്റും ഓരോ മീറ്ററും വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. എല്ലാവരും അവരുടേതായ ജീവിതങ്ങൾ നമ്മളെപ്പോലെ തന്നെ അത്രയും കോംപ്ലക്സും അത്രയും കോംപ്രിഹെൻഷനും നമ്മളെപ്പോലെ തന്നെ ഹോപ്സും ഡ്രീംസും ഒക്കെ ഉള്ള നമ്മളെപ്പോലെ അല്ല, നമ്മളെക്കാട്ടിലും. ഓക്കെ, വി ഹാവ് ദ ഫസ്റ്റ് ആനിമൽ ക്രോസിംഗ് ഓഫ് ദ ഡേ. ടക് ചേട്ടാ, കടാവക്കുട്ടി പൊക്കോട്ടോ. സോ എല്ലാവരും ഇപ്പോൾ പോയവരും അവരുടേതായ കോംപ്ലക്സ് ജീവിതങ്ങളും നമ്മളെക്കാട്ടിലും പ്രശ്നങ്ങളും സന്തോഷവും നമ്മളെക്കാട്ടിലും അഡ്വഞ്ചറും ഒക്കെ നിറഞ്ഞ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. എവിടെ നോക്കിയാലും അല്ല, നമുക്കിതൊരു പാസിങ് ബൈ, അവർക്കിത് ലൈഫ്. ഇവർ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോഴും നമ്മളെ കാണുമ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്കിനി 6.5 മണിക്കൂറും കൂടെ റെക്കോർഡിങ് ടൈമുണ്ട്. എൻ്റെ ജിയോസ്മോ. വാവ്, കിഡു റോഡ്.
കിഡു റോഡ്. ഒരു നല്ല ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ പടയ്ക്കാമായിരുന്നു. പക്ഷെ പടയ്ക്കുന്നതിന് ഇത്ര റിസ്ക് ആണ്. എന്തൊക്കെ ചാടി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അയ്യോ പട്ടിച്ചാട്ടം ഇനി കൂടും. എന്തായാലും രാത്രിയാവും. എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ് രാത്രി യാത്ര ഒഴിവാക്കാൻ. ഈ പറയണവനും ഞാനും ഒക്കെ അത് തെറ്റിക്കുന്നു. എനിക്കും അറിയാം, അവനും അറിയാം. പക്ഷെ അത് പറയണമല്ലോ. പിന്നെ എൻ്റെ പെമ്പറന്നോത്തിയും ഞാൻ രാത്രി ബൈക്ക് ഓടിക്കുന്നതിൽ അത്ര വലിയ ഹാപ്പി അല്ല. അവളെ അതറിഞ്ഞാൽ എന്നെ കൊല്ലും. സോ പക്ഷേ ഒരു ബാലൻസ് ആയിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് വിചാരിച്ചില്ല 2 മണിക്കൂർ ലേറ്റായി. ഞാനൊരു 5:30-6 മണിക്കുള്ളിൽ അനുരാധപുരം എത്തണമെന്നാണ് വിചാരിച്ചത്. അതൊരു 7:30 അപ്പം 2 മണിക്കൂർ ലേറ്റ് എന്നുള്ളത് ഞാനൊരു 1.5 മണിക്കൂർ നെറ്റ് ഡിലേ ആയിട്ട് ചുരുക്കി. വിച്ച് ഇസ് എ ഗുഡ് തിങ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചില്ല അതർ ദാൻ ദിസ് പീസ് ഓഫ് ഷിറ്റ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ദൂരെ ചെറിയ മലനിരകൾ കാണാം. പക്ഷെ അത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, സോ വീണ്ടും സന്ധിപ്പം വരെ ഞാനിനി ബുദ്ധനെ കണ്ടു തുടങ്ങിയിട്ട്. ബുദ്ധൻ അനുരാധപുരയുടെ അടുത്തെത്താറായി. ബുദ്ധൻ ഇൻഫ്ലുവൻസ് ഇപ്പോൾ വന്നു തുടങ്ങി. അനുരാധപുരയുടെ അടുത്തെത്തണമെന്നില്ല. ബുദ്ധൻ എന്ത് കൊടി വീശണേ? പിരിവാണോ? അപ്പം അല്ല, ശ്രീലങ്ക മൊത്തം ഉണ്ട്. അതുപോലെ എസ്പെഷ്യലി ഒരു ബുദ്ധിസ്റ്റ് സെറ്റപ്പാണ്. അനുരാധപുര, സിഗിറി, ആ ഏരിയയൊക്കെ, ഡാംബുള കേവ്സ്, ആ ഏരിയയൊക്കെ ഒരു ബുദ്ധിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഭയങ്കര ഇരുട്ടായി തുടങ്ങി. ചേച്ചി കാണാം അടുത്ത ബ്രിഡ്ജ് ഓഫ് ചെയ്യട്ടെ.